സ്കൂൾ ഓഫ് നഴ്സിംഗ് ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയിൽ 17ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണി നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന യോഗത്തിൽ ആശുപത്രി സംഘം പ്രസിഡന്റ് KR ഗോപാലൻ അധ്യക്ഷനായി. കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇവിടെ റിപ്പോർട്ട് നിങ്ങൾ സൂക്ഷ്മമായി കേട്ടുക. ഇതൊരു സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ഈ നഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഏതാനും സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ആശുപത്രിയും ഈ സൊസൈറ്റിയും ഈ നഴ്സിംഗ് സ്കൂളും എല്ലാം. ആശുപത്രി വാടക കെട്ടിടത്തിൽ തുടങ്ങി അതിനുശേഷം പുതിയ കെട്ടിടം പണിത് നമ്മളുടെ ഈ കാണുന്ന സ്ഥലത്തിലേക്ക്, ആശുപത്രി കെട്ടിടത്തിലേക്ക് നമ്മൾ ആശുപത്രി മാറി. ആ കാലഘട്ടത്തിൽ തന്നെ നഴ്സിംഗ് സ്കൂൾ ആരംഭിക്കണമെന്ന് നമ്മൾ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ വിവിധ കാരണങ്ങളാൽ നമുക്കിത് സാധിച്ചിരുന്നില്ല. 2008 മാത്രമാണ് നമ്മൾ നഴ്സിംഗ് സ്കൂള് എന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി. നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി ബേബി, സെക്രട്ടറി രാജേഷ് കൃഷ്ണൻ, ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റെജി ജോസ്, ഡോക്ടർ അമലേന്ദു, ഡോക്ടർ ചന്ദന പ്രസാദ്, നഴ്സിംഗ് സൂപ്രണ്ട് സിനി എസ്, മഞ്ജു പരമേശ്വരൻ, നഴ്സിംഗ് ട്യൂട്ടർ സുമി എന്നിവർ സംസാരിച്ചു. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പ്രായഭേദമന്യേ ലോകവ്യാപകമായ ഒരു മാനുഷിക ആവശ്യമാണ് നഴ്സിംഗ്. ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധത്തിനും ഊന്നൽ നൽകുന്ന നഴ്സിംഗ് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഗ്രാമനഗര നിവാസികളുടെ ആരോഗ്യ പരിപാലനത്തിൽ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ നാടിന്റെ ഈ ആവശ്യത്തോടെ പ്രതികരിക്കുവാൻ സഹകരണ മേഖലയിൽ ഇടുക്കി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ സ്വപ്ന സാക്ഷാത്കാരമായി 2008 ഓഗസ്റ്റ് 18 നഴ്സിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 17ാമത്തെ ബാച്ച് സ്റ്റുഡൻസിന്റെ ലാബ് ലൈറ്റിംഗ് സെറിമണി ആഘോഷിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ മഹത്തായ പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ ഒരു ആരംഭം കുറിച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനായിരുന്നു അതാണ്. അപ്പം ഇനി നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹത്തായ പ്രൊഫഷന്റെ ഭാഗമാണ്. പലപ്പോഴും പറയുന്നത് ദൈവത്തിനോടും സ്വർഗത്തിനോടും അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്നാണ്. കാരണം ഇത്രമാത്രം നമുക്ക് ഒരു ഭൂമിയിലെ മാലാഖമാരെന്ന് വരെ നഴ്സസിനെ പറയാറുണ്ട് സാധാരണ. കാരണം ഇത്രമാത്രം മഹത്തായ ഒരു ജോലിയില്ല. വേദനിക്കുന്ന ഒരാളുടെ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ വേദനിക്കുന്ന ഒരാളുടെ വേദന മാറ്റാൻ നോക്കുക, ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ നോക്കുക, അല്ലെങ്കിൽ അതുപോലെ സങ്കടങ്ങളുള്ളവരുടെ സങ്കടം മാറ്റാൻ നോക്കുക. അങ്ങനെ വളരെ മഹത്തായ ദൈവത്തോടും സ്വർഗത്തോടും അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്രൊഫഷനിലേക്ക് ഇന്ന് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആശംസകൾ തരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കർമ്മം. നമ്മുടെ ഈ ആശുപത്രിയിൽ ഇപ്പം പലതവണയായിട്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഇവിടുന്ന് നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട്. അവർക്ക് ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഈ ആശുപത്രിക്ക് തന്നെ അഭിമാനമായിക്കൊണ്ട് അവർ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എന്നോട് സെക്രട്ടറി പറയുന്നുണ്ടായി, നമ്മുടെ തന്നെ 2 നഴ്സിംഗ് സ്റ്റുഡൻസ് ഇപ്പോൾ അവർ നേഴ്സസായി. അതിനുശേഷം ഇപ്പം പോസ്റ്റ് ബേസിലൊക്കെ കഴിഞ്ഞ് അവരിപ്പം ട്യൂട്ടർമാരായിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ട്യൂട്ടർ അപർണ കുട്ടികൾക്ക് ദീപം തെളിച്ചു നൽകി. ട്യൂട്ടർ എൽജോ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു.